ഹലോ. സോ ഇന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ, അതായത് ലാസ്റ്റ് ഫ്രൈഡേ ഉള്ള ലൈവ് ക്ലാസ്സിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് മെനി ഓഫ് യു വർ നോട്ട് ദെയർ. ആൻഡ് ചിലരുടെ കയ്യിൽ പെയിൻറ്റ് ഉണ്ടായിരുന്നില്ല. ആൻഡ് സിദ്ധാർത്ഥ്, ഐ തിങ്ക് യു ലെഫ്റ്റ് ഇൻ ബിറ്റ്വീൻ അല്ലേ. അപ്പോൾ അതെല്ലാം റിസോൾവ് ചെയ്യാനായിട്ട് ഐ എം ജസ്റ്റ് ഷെയറിങ് ദാറ്റ് ഹോൾ മോഡ്യൂൾ വൺസ് അഗൈൻ സോ ദാറ്റ് നിങ്ങൾക്ക് ഇതൊരു റെഫറൻസ് ആയിട്ടും ഉണ്ടാവും. ഐ ട്രൈ ടു റെക്കോർഡ് ദ ലാസ്റ്റ് സെഷൻ, പക്ഷേ അത് റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നില്ല. സോ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കുറച്ച് കട്ടിയിലാണ്. എപ്പോഴും പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചധികം ഹാർഡ്നെസ് ഉള്ള GSM പേപ്പേഴ്സ് യൂസ് ചെയ്യുക, നോർമൽ പേപ്പേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ എപ്പോഴും ഐ വുഡ് പ്രിഫർ, ഈവൻ ഇഫ് യു ആർ യൂസിങ് ക്യാൻവാസോ ക്യാൻവാസ് ഷീറ്റോ ആണെങ്കിൽ, നിങ്ങൾ ഏത് സർഫസിലാണോ വെക്കുന്നത് അവിടത്തേക്ക് സ്പിൽ ആവാതിരിക്കാൻ അടിയിലൊരു വേസ്റ്റ് പേപ്പർ ഓർ എനിത്തിങ്, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പേപ്പർ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മെറൂൺ, ഇന്നിപ്പോൾ നമ്മൾ മെറൂണാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കുറച്ച് വെള്ളം, പിന്നെ 8ൻ്റെ ഫ്ലാറ്റ് ബ്രഷാണ് കേട്ടോ. 8 എന്നുള്ള സൈഡിനുള്ള ഇത് ഫൈബ്രിക് ആസിഡിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഫ്ലാറ്റ് ബ്രഷാണ് നമുക്ക് വേണ്ടത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഹൗ ടു പെയിൻറ്റ്. അത് ക്ലിയറായി ശ്രദ്ധിച്ചോളൂ. ആദ്യം നിങ്ങൾ എപ്പോഴും ഇത് ബോട്ടിൽ യൂസ് ചെയ്യാതെ കുറച്ച് ക്യാപ്പിലേക്കോ നിങ്ങളുടെ കയ്യിൽ പാലറ്റ് ഉണ്ടെങ്കിൽ പാലറ്റിലേക്കോ എടുക്കുക. അതിന് ശേഷം ഓൾ യു ഹാവ് ടു ഡു ഇസ്, നമ്മുടെ ഈ ബ്രഷ് കുറച്ച് വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് അതിൻ്റെ ബ്രഷിൻ്റെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. നനച്ചതിന് ശേഷം രണ്ട് സൈഡിലും, ബോത്ത് സൈഡ്സിൽ നമ്മൾ പെയിൻ്റ് ആക്കുക. പെയിൻ്റ് ആക്കിയതിന് ശേഷം ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഈ മുകൾ ഭാഗത്തു നിന്ന് അവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, പിന്നെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, പിന്നെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. അതായത് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും ആയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടേ പോവുക. എന്നിട്ട് കുറച്ച് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ ആക്കി മുകളിൽ പോകുക. കാരണം മുകളിൽ എക്സസ് പെയിൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ പെയിൻറ്റിന് നമ്മളിങ്ങനെ താഴത്തേക്ക് വലിച്ചു വിടുക. ഇപ്പം നിങ്ങൾക്ക് ഇരുന്നിട്ട് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൾവേസ് പ്രാക്ടീസ് ബൈ സ്റ്റാൻഡിങ്. ഒരു നല്ലൊരു സർഫസിൽ വെക്കുക. എന്നിട്ട് എണീറ്റ് നിന്നിട്ട് ഇത് ട്രൈ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെ. അതായത് ഞാൻ എൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ചെരിച്ച് വെച്ച് വലിച്ചു വിടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് പെയിൻറ്റ് വന്നു. ഇനി നമുക്ക് പെയിൻറ്റ് വരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? വാട്ടറിൽ മിക്സ് ചെയ്യുക. രണ്ട് സൈഡിലോട്ടും പെയിൻറ്റ് എടുക്കുക എഗൈൻ. എന്നിട്ട് വീണ്ടും മിഡ് ഭാഗത്തുനിന്നും അതുപോലെ ഇങ്ങനെ നന്നായി ബോത്ത് സൈഡ്സിലേക്കും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ കൊടുക്കുമ്പോൾ ഒരു ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഇതുപോലെ ഫുൾ പേജ് നിങ്ങൾ സ്ട്രോക്സ് വലിച്ച് കൊടുക്കണം. കാരണം ഈവൻ ആവാൻ വേണ്ടിയിട്ടാണ്. ടോൺ ഈവൻ ആയാലാണ് നമുക്ക് അതിനൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് താഴ്ന്ന് മുകളിലോട്ട് താഴോട്ടും എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ വലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഇതിങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നുള്ളൂ, നമ്മൾ എവിടെ നിന്നാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടോ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് പേജ്. കംപ്ലീറ്റ് റെഡ് കളറായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു മെറൂൺ കളറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏത് ഭാഗത്തേക്കാണ് സ്ട്രോക്ക് പോയിരിക്കുന്നത് എന്നുള്ളൊരു ഇത് കാണുന്നില്ല. അങ്ങനെയാണ് ഇത് നമ്മൾ സിംഗിൾ കളർ ത്രൂ ഔട്ട് ഒരു പേജിന് കൊടുക്കുന്നതാണ് ഈ മോഡ്യൂൾ. ഇനി നെക്സ്റ്റത്തെ ക്ലാസ്സിൽ ഞാൻ 2 കളേഴ്സ് മിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. പറ്റിയാൽ ഞാൻ ഈ ആഴ്ച തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട്.